പാടത്ത് പതിയിലും കാറ്റ് ചുറ്റിത്തിരിയുന്ന ഒരു സായാഹ്നം. പടിഞ്ഞാറൻ വെയില് കാറ്റിൽ നിരവധി നിഴൽച്ചിത്രങ്ങൾ മായ്ച്ചും എഴുതിയും നിന്നു. ആ നിഴലിലൂടെ കൈകോർത്ത് വിശ്വജിത്തും നിലയിൽ നടന്നു. അവർക്ക് ചുറ്റും കാറ്റു തീർത്തൊരു വായ്ത്താരി അലയടിച്ചു. അവയെ ഭേദിക്കാതെ മൗനമായി, ഏറെ ഇഷ്ടത്തോടെയുള്ള നടത്തം. ഹോട്ടൽ റീഓപ്പൺ ആവാനായോ? ഒന്നിച്ചു കുറച്ചുനേരം സ്ഥിരം ഇരിക്കാറുള്ള മുളബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ച ശേഷം വിശ്വജിത്ത് തിരക്കി. ഇത്രയും സമയം അവന്റെ തോളിൽ ചാഞ്ഞവൾ കാര്യങ്ങൾ പറയാൻ ഉത്സാഹത്തോടെ തല ഉയർത്തി. 3 ഹോട്ടലിലും വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും പുതിയതായി ഡിസൈൻ ചെയ്ത ഏരിയയെക്കുറിച്ചുമൊക്കെ അവൾ വാചാലയായി. അവൾ അത്രയും ഇഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഏറ്റെടുത്ത് നടക്കുന്നതെന്ന് വിശ്വജിത്തിന് മനസ്സിലായി. അപ്പോ അടുത്ത മൺഡേ തന്നെ റീഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലേ? ആ, ചെറിയൊരു ഫംഗ്ഷൻ കൂടി വെച്ച് റീഓപ്പൺ കുറച്ചുകൂടി കളറാക്കാന്നാണ് മാമന്. ജിതിനേട്ടനും അത് തന്നെയാ പറഞ്ഞത്. അത് നല്ലതായിരിക്കും നിള. പുതിയ ഡിഷ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യാം. അതുണ്ട്. 2 പുതിയ ഷെഫിനെ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് മുകുന്ദൻ അങ്കിൾ. ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തവരാ. പിന്നെ ബ്രിഡ്ജിന്റെ അവിടുത്തെ ഹോട്ടലിലെ മാനേജറെയും മാറ്റിയിട്ടുണ്ട്. പുതിയ ആള് ജിതിനേട്ടൻ്റെ ഫ്രണ്ടിന്റെ കസിനാണ്. അപ്പൊ മൊത്തത്തിലൊരു പൊളിച്ചുപണിയാണ് അല്ലേ? അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച് ഉയർത്തിക്കൊണ്ട് വന്നതാ ഇതൊക്കെ. ഇടയ്ക്കൊന്ന് പതറിപ്പോയി എന്നുള്ളതാ. ഇനിയില്ല, ഇനി ഉയർച്ചകൾ മാത്രം, നില ഉറപ്പോടെ പറഞ്ഞു. വിശ്വജിത്ത് അവളുടെ തോളിലൊന്ന് തട്ടി, എന്തിനും കൂടെയുണ്ടെന്ന് പറയും പോലെ. പാടത്ത് തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടക്കാണ്. പെട്ടിവണ്ടികൾ പാടത്ത് കൊണ്ട് നിർത്തി പൊട്ടിക്കുന്ന തണ്ണിമത്തൻ അങ്ങനെ കയറ്റി പോകാണ്. അതിന്റെ ആളും ബഹളവും ഇടയ്ക്ക് ഉയരുന്നുണ്ട്. വേണോ? ചായ കുടിച്ചല്ലേ ഉള്ളൂ. അതാ ഞാൻ ചോദിക്കാഞ്ഞേ. നില പാടത്തേക്ക് നോക്കുന്നത് കണ്ട് അവൻ തിരക്കി. ചായ കുടിച്ചാലും ഇത് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് രസമാണ്. ഞാൻ വാങ്ങി വരാം. അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അവൻ പാടത്തേക്ക് ഇറങ്ങി. വരമ്പിന്റെ സൈഡിൽ നാട്ടുകാർക്ക് ആവശ്യമുള്ളത് ചില്ലറ വിൽപ്പന ചെയ്യുന്നുണ്ട്. വിശ്വജിത്ത് 2 കട്ട് ചെയ്ത പീസും ഒപ്പം വേറെ 2 കൂടെ വാങ്ങി. ഇത് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. കവർ ബെഞ്ചിലേക്ക് വെച്ച് കട്ട് ചെയ്ത ഒരു പീസ് തണ്ണിമത്തൻ അവൻ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അത് കഴിച്ചു തീരും വരെ രണ്ടാൾക്കും സംസാരിക്കാൻ വിഷയങ്ങൾ പഞ്ഞമില്ലായിരുന്നു. സേജിയുടെ വീട്ടിലേക്ക് പോയ വിശേഷം അതിൽ ഉൾപ്പെട്ടു. വാ പോകാം, നേരം വൈകുന്നു. ട്രാഫിക്കൊക്കെ കിട്ടി നീ വീടെത്തുമ്പോൾ വൈകും. വിശ്വജിത്ത് അവളെയും കൂട്ടി തിരികെ നടക്കുന്നേരമാണ് അവനെ വിജയൻ ഫോണിൽ വിളിക്കുന്നത്. അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞ് അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അങ്കിൾ എന്താ പറഞ്ഞേ? അവന്റെ സന്തോഷം കണ്ട് നില അവന് മുന്നിലേക്ക് കയറി നിന്ന് തിരക്കി. അപ്പൊ നീ അറിഞ്ഞിട്ടില്ല? അവൻ അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് തട്ടി. എന്താ പറ. നിന്റെ അമ്മമ്മ അച്ഛനെ വിളിച്ചിരുന്നൂന്ന്. ഈ ശനിയാഴ്ച ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടത്താന്ന്. എന്ത് പറയുന്നു? ഇതെന്നോട് പറഞ്ഞില്ലല്ലോ. ചേച്ചിയും ജിതിനേട്ടനും അറിഞ്ഞില്ലേ? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലെന്ന് തോന്നുന്നു. ഇതിപ്പോ അങ്കിളും അമ്മമ്മയും കൂടി ആലോചിച്ച് അച്ഛനെ വിളിച്ചതാന്ന് തോന്നുന്നു. അച്ഛനോട് 2 ആളും സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ, ഞാൻ വരട്ടെ? കല്യാണം കഴിക്കണമെങ്കിലും ആയോ? അവന്റെ താളത്തിലുള്ള ചോദ്യത്തിന് അവളും അതേ താളത്തിൽ തന്നെ മറുപടി നൽകി. അപ്പോഴേക്കും അവർ നടന്ന് ഗേറ്റിനടുത്തേക്ക് എത്തിയിരുന്നു. അപ്പൊ എൻ്റെ മോള് ശനിയാഴ്ച നല്ലോണം ഉടുത്തൊരുങ്ങി നിൽക്ക്, ഞങ്ങളങ്ങ് കാണാൻ വരാം. ഈ കോളേജിൽ തന്നെ നിൽക്കും. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കെട്ടിയാൽ മതി. സ്കൂട്ടിയിൽ കയറിയിരുന്നാണ് നില മറുപടി പറഞ്ഞത്. സൂക്ഷിച്ചു പോ, ചെന്നിട്ട് വിളിക്കി. നില തലയാട്ടിക്കൊണ്ട് വണ്ടിയെടുത്തു. നില വീടെത്തുമ്പോൾ ജിതനും വന്നിട്ടുണ്ട്. അവൾ വണ്ടി സ്റ്റാൻഡിലിട്ടിട്ട് വീട്ടിലെത്തിയെന്നൊരു മെസ്സേജ് വിശ്വത്തിന് പാസ് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറിയത്. ഹാളിൽ നിന്നും ആരെയും കാണാതെ നില നേരെ അടുക്കളയ്ക്ക് ചെന്നു. അവിടെ നീലിമ ചായ ഇടുന്നുണ്ട്. അവൾക്കടുത്ത് കിച്ചൺ സ്ലാബിൽ കയറിയിരിപ്പുണ്ട് ജിതിൻ. കയ്യിൽ മോനുമുണ്ട്. അച്ഛനും അമ്മയും മോനും കൂടി അടുക്കളയിൽ എന്താ പണി? നീ വന്നോ? കാണാതെ ആയപ്പോൾ ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. പിന്നെ വിശ്വ വിളിച്ചപ്പോൾ നീ പോന്നെന്ന് പറഞ്ഞു. ലേറ്റ് ആവുമെന്ന് പറയാൻ ഞാൻ മറന്നു. നില ജിതിനടുത്തേക്ക് വന്ന് നിന്നു. വിശ്വ പറഞ്ഞില്ലേ അമ്മമ്മ വിളിച്ച കാര്യം? ചായ ഓഫ് ചെയ്തു നീലിമ നിലയ്ക്ക് നേരെ തിരിഞ്ഞു. പറഞ്ഞു. എന്നിട്ട് അമ്മമ്മ എവിടെ? അമ്മമ്മയ്ക്ക് അമ്പലത്തിലൊന്ന് പോകണമെന്ന്. കൂട്ടിന് അച്ഛനെയും അമ്മയെയും കൊണ്ടുപോയിട്ടുണ്ട്. ജിതിന് ഉറക്കം വരുന്ന കുഞ്ഞിനെ ആട്ടിയാണ് സംസാരം. എനിക്ക് കൂടി ഒരു ചായ വേണേ ചേച്ചി, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഉറങ്ങി തുടങ്ങുന്ന കുഞ്ഞിന്റെ ഉള്ളംകാലിലൊന്ന് മുത്തിക്കൊണ്ട് നില റൂമിലേക്ക് ഓടിക്കേറി. നില കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അമ്പലത്തിൽ പോയവരും എത്തിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് എല്ലാവരുടെയും സംസാരം സംശയം വിവാഹത്തെ പറ്റി തന്നെയായിരുന്നു.
അവരുടെ സംസാരം കേട്ടിരിക്കെ നിലയുടെ ഉള്ളിൽ ഒരു കല്യാണമേളം കൊട്ടിക്കേറി തുടങ്ങിയിരുന്നു. തുടരും സ്നേഹത്തോടെ, അഭിനവി.